എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ CGL 2023 നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ നമ്മുടെ ചാനലിൽ CGL 23 വേണ്ടിയുള്ള ബുക്ക് ലിസ്റ്റിന്റെയും എങ്ങനെ പഠിക്കണം, എങ്ങനെ പരീക്ഷ ക്രാക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ CGL വേണ്ടിയുള്ള മാത്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മാത്സിന്റെ ക്ലാസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പോവാതെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും, എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും കവർ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ SSC CGL വേണ്ടി മാത്രമല്ല, നമ്മുടെ CHSL, MTS, അതേപോലെ SSC സിലബസിലുള്ള ഏത് എക്സാമിനും നമ്മുടെ സർക്കിൾ, അതായത് ജോമെട്രി ചോദിക്കുന്ന ഏത് എക്സാമിനും നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അപ്പോൾ CGL ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, CGL ലെവലിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ CHSL എഴുതുമ്പോഴും MTS എഴുതുമ്പോഴും എല്ലാവരും എന്ത് ചെയ്യുന്നവരാണ്, ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും. കുറെ പേര് ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ CGL അവരും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവരുടെ കൂടെ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് ആ എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CGL ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, എക്സാം പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഉള്ള ക്ലാസ്സുകളായിരിക്കും. അതായത് CGL നിങ്ങൾ പഠിക്കുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിൽ തന്നെ ആയിരിക്കും, CGL എക്സാമിനായിരിക്കും എന്ന് പറഞ്ഞ് ബാക്കി SSC എക്സാംസ് എഴുതുന്നവർക്കും എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ വൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിള് നമുക്ക് 2-3 പാർട്ടായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് സർക്കിളിനെ പറ്റിയുള്ള തിയറിയും സർക്കിളിന്റെ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ എക്സാമിനും നമുക്ക് സർക്കിളിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് സർക്കിൾ പഠിക്കാം. അപ്പൊ എല്ലാവരും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മാക്സിമം ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോട്ടായിട്ട് എഴുതി വെച്ച് വീണ്ടും റിവൈസ് ചെയ്ത് ഇത് നിങ്ങൾ വീണ്ടും അത് എടുത്ത് റിവൈസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ദിശയുടെ ക്ലാസ്സിനെ പറ്റി ഒന്ന് പറയാം. നമ്മുടെ തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലും ഇതിന്റെ ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ, സമയമുള്ളവർ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, അൺഅക്കാഡമിയായിട്ട് ചേർന്ന് ലൈവ് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷനിലും ദിശ ഇ-ലേൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് സർക്കിൾ എന്നുള്ളതാണ്. ജോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സർക്കിൾ. അപ്പൊ നമുക്ക് ആദ്യം സർക്കിളിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സർക്കിൾ. സർക്കിളിന്റെ പ്രോപ്പർട്ടീസ് ഇത് ഓരോന്നായിട്ട് ഓരോ നമ്പർ വൈസ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്താണ് സർക്കിൾ എന്ന് അറിയാം. അപ്പൊ സർക്കിൾ എന്ന് എല്ലാവർക്കും അറിയാലോ, ഒരു പോയിന്റിനെ ചുറ്റിയുള്ള ഒരേ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിനും, അതായത് ഒരു പോയിന്റിൽ നിന്നും ഇതാണ് പോയിന്റ് എന്ന് വെച്ചാൽ, ഓക്കെ, ഒരു പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരേ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഈ R എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും എന്ത്, ഇവിടുത്തെ ഡിസ്റ്റൻസ്, അത് തന്നെ ആയിരിക്കും എന്ത്, ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസിന്റെ ഡബിളിനെ നമ്മൾ എന്താ പറയുന്നത്, ഇതാണ് പറയുന്നത് ഡയമീറ്റർ. ഇത് മൊത്തത്തിൽ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് എന്ത്, നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയമീറ്റർ. അപ്പൊ ഇതാണ് സർക്കിളിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതിന്റെ എന്താ ക്യാരക്ടേഴ്സ്. ഓക്കെ, ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ സർക്കിൾ ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിനെ, ആ പോയിന്റിനെ, നറുക്കുള്ള പോയിന്റിനെ പറയുന്നവരാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പോയിന്റിനെ നോക്കിയില്ലേ, നമ്മൾ ഒരു സർക്കിൾ വരച്ചത്, ആ പോയിന്റിനെ പറയുന്ന പറയുന്നത് സെന്റർ. നമുക്ക് സെന്ററിനെ എങ്ങനെ കൊടുക്കാം, O എന്ന് പറഞ്ഞു കൊടുക്കാം. സെന്റർ എന്ന് പറഞ്ഞാൽ O എന്ന് പറഞ്ഞാൽ പിന്നിട്ട്. അപ്പൊ ഇവിടെ AB എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡയമീറ്റർ ആണ്. ഇനി നോക്ക്, നമ്മുടെ ഇതാണ് സർക്കിളിന്റെ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ സർക്കംഫറൻസിനകത്ത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെ നമ്മൾ പറഞ്ഞു വരുന്നതാണ്, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, CHORD കോഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ CD എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോഡാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ടേംസ്. ഓക്കെ, ഇനി നമുക്ക് മേജർ ആർക്ക്, മൈനർ ആർക്ക്. ഇപ്പൊ എന്താണ് റേഡിയസ് എന്ന് മനസ്സിലായി, എന്താണ് ഡയമീറ്റർ എന്ന് മനസ്സിലായി, എന്താണ് കോഡ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് മേജർ ആർക്ക്, മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതൊരു സർക്കിൾ. ഓക്കെ, നമ്മൾ സർക്കിൾ വരച്ചു. അതിനകത്ത് ഇത് A, ഇത് B. AB എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കോഡാണ്. സെന്ററിലൂടെ ജോയിൻ ചെയ്ത് പോകുന്നത് നമ്മുടെ ഡയമീറ്റർ. AB എന്ന് പറഞ്ഞ കോഡാണ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു പോയിന്റ് C ആണെന്ന് വെച്ചു. അപ്പൊ ഇവിടെ ACB എന്ന് പറഞ്ഞാൽ എന്താ, ഏത് പോർഷൻ ആണ്, ഈ പോർഷൻ ACB എന്ന് പറഞ്ഞാൽ എന്താണ്, AB എന്ന് പറഞ്ഞ കോഡിന്റെ എന്താണ്, മൈനർ ആർക്കാണ്. അപ്പൊ മേജർ ആർക്ക് ഏതായിരിക്കും, ACB എന്ന് പറയുന്ന
AB എന്ന് പറയുന്ന കോഡിന്റെ മേജർ ആർക്കാണ് ഇത് ഇവിടെ ഉള്ള വലിയ പോർഷൻ നമ്മൾ എന്താ പറയുന്നത്, ഇത് എന്താണ് മേജർ ആർക്കാണ്. അപ്പൊ ഇത്രയും ക്ലാസ്, ഈ ഫുള്ള് ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സർക്കിളിനകത്ത് ഒന്നും അവശേഷിക്കത്തില്ല, ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, മേജർ ആർക്കും മൈനർ ആർക്കും. ഓക്കെ, അപ്പൊ ഇതിന് ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു നമ്മുടെ സർക്കിളാണ്. സർക്കിളില് എ ബി എന്ന് പറയുന്നത് നമ്മുടെ കോഡാണ്. ഈ പറയുന്ന പ്രോപ്പർട്ടീസ് കാണാതെ നിങ്ങൾ പഠിക്കണം. ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. എ ബി എന്ന് പറയുന്ന കോഡ്. അപ്പൊ എ ബി എന്ന് പറയുന്ന കോഡ് നമുക്ക് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഓക്കെ, എ സി ബി എന്ന് വെച്ചു. എ സി ബി ഞാൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. അപ്പൊ അതേ കോഡ് സെയിം സൈഡ് ഓഫ് ദ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ കോഡിന്റെ രണ്ടിന്റെയും എൻ പോയിന്റ്സ്, അതായത് ആംഗിളിന്റെ രണ്ടിന്റെയും എൻ പോയിന്റ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇത് എ ഡി ആണെന്ന് വെച്ചു. അപ്പൊ ഇതും എന്തായിരിക്കും, സെയിം തീറ്റ തന്നെയായിരിക്കും. അതായത് ഈ ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് എ സി ബി എന്ന് പറയുന്നതിന്റെ എൻ പോയിന്റ്സ് ഏതാണ്, എയും ബിയും ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളതാണ്, സർക്കംഫറൻസിലുള്ളത്. അതേപോലെ എ ഡി ബി എന്ന് പറയുന്ന ആംഗിളിന്റെ എൻ പോയിന്റ്സ് എവിടെയാണ്, എയിലും ബിയിലും ആണ്. ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, സർക്കംഫറൻസിലാണുള്ളത്. അപ്പൊ ഇത് തീറ്റ ആയിരിക്കും. ഇനിയിപ്പം വേറൊരു ആംഗിൾ എ ബി എന്ന് പറയുന്ന കോഡ് അതേ സൈഡിൽ ഉണ്ടാക്കുന്ന, സെയിം സൈഡ് ഓഫ് ദ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും, തീറ്റ തന്നെ. അതേപോലെ താഴെ എന്ന് പറയുമ്പോൾ അടുത്ത സൈഡായി. അപ്പൊ ഇവിടെ നോക്കും, എയും ബിയും സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ അതേ കോഡ് സർക്കംഫറൻസിന്റെ അതേ സൈഡിൽ, സെയിം സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, ഇതും എന്തായിരിക്കും, ആൽഫ ആയിരിക്കും. ഇതാണ് എന്ത്, പ്രോപ്പർട്ടി നമ്പർ 1. ഓക്കെ, ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ സെയിം സൈഡ് ഓഫ് സർക്കിൾ ആയിരിക്കും. സെയിം സൈഡ് ഓഫ് സർക്കിളിൽ ആ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇനി നമ്മൾ സൈക്ലിക് കോട്ടിലാറ്ററൽ എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള കാര്യമാണ് സൈക്ലിക് കോട്ടിലാറ്ററൽ. ഓക്കെ, അപ്പൊ ഇതിനെ നോക്ക്, നമ്മുടെ ഇത് സി ഇ ആണ്. ഓക്കെ, അപ്പം ഈ കോട്ടിലാറ്ററൽ നോക്ക്, കോട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുകൾ, എ ഡി ബി ഇ. കോട്ടിലാറ്ററൽ എ ഡി ബി ഇ. ഇപ്പൊ കോട്ടിലാറ്ററൽ എ ഡി ബി ഒന്ന് ശ്രദ്ധിച്ചേ. അതിനകത്ത് എയും ഡിയും ബിയും ഇയും എവിടെ കിടക്കുന്നത്, എ ഡി ബി ഇ. അപ്പം അതിന്റെ 4 വെർട്ടെക്സ് എവിടെ കിടക്കുന്നത്, സർക്കിളിനകത്ത് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ 4 വെർട്ടെക്സ് സർക്കിളിനകത്ത് കിടക്കുന്ന കോട്ടിലാറ്ററലിനെ നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക് കോട്ടിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ സൈക്ലിക് കോട്ടിലാറ്ററലിന്റെ പ്രോപ്പർട്ടി പറഞ്ഞുതരാം. അപ്പൊ ഇത് സർക്കിൾ ആണെങ്കിൽ അതിന്റെ 4 സൈഡിൽ നമ്മുടെ എ ഡി അത് തന്നെ വരയ്ക്കുകയാണ്, എ ഡി ബി ഇ. അപ്പൊ ഇതിന്റെ 4 വെർട്ടെക്സ് എവിടെ കിടക്കുന്നത്, നമ്മുടെ സർക്കിളിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് സൈക്ലിക് കോട്ടിലാറ്ററൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സമം എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ആംഗിളിന്റെ സമം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 180 ഡിഗ്രി. ഇതാണ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്, 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ ആംഗിൾ ഡിയും ആംഗിൾ ഇയും ഇത് എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇത് സൈക്ലിക് കോട്ടിലാറ്ററൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം ഇതിനെ പറ്റി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. എന്താണ്, സെയിം സൈഡ് ഓഫ് ദ ആർക്കിൽ ഉണ്ടാക്കുന്ന, സെയിം സൈഡ് ഓഫ് സർക്കിളിൽ ഒരു കോഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്ലിക് കോട്ടിലാറ്ററൽ തന്നെ ഒരു പ്രോപ്പർട്ടി പറയാം. ഓക്കെ, സൈക്ലിക് കോട്ടിലാറ്ററൽ തന്നെ ഒരു പ്രോപ്പർട്ടി പറയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് സർക്കിളാണ്, നമ്മുടെ ഒരു സൈക്ലിക് കോട്ടിലാറ്ററൽ വരയ്ക്കുക. സൈക്ലിക് കോട്ടിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതിന്റെ 4 സൈഡ് എവിടെ ആയിരിക്കും, നമ്മുടെ 4 വെർട്ടെക്സ് എവിടെ ആയിരിക്കും, സർക്കിളിലായിരിക്കും. അപ്പൊ ഈ ആംഗിൾ നമ്മൾ ആംഗിൾ 1 എന്ന് കൊടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടിയാണ്, ഇത് ആംഗിൾ 1 ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ആംഗിൾ 1 ആയിരിക്കും. ഇതെങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ സം 180 ആണ്. ഇതും ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ ഇതെത്ര വരും, 180 മൈനസ് ആംഗിൾ 1 എന്ന് വരും. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രേറ്റ് ലൈൻ ആണ്. ആ സ്ട്രേറ്റ് ലൈനിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എത്ര ആയിരിക്കും, 180 ആയിരിക്കും. അപ്പൊ ഇത് 180 മൈനസ് 1 ഡിഗ്രി ആണെങ്കിൽ ഇത് ആംഗിൾ 1 ഡിഗ്രി ആണെങ്കിലേ പറ്റൂ എന്ത്, ടോട്ടൽ 180 വരാം. അപ്പൊ ഇതിന് സൈക്ലിക് കോട്ടിലാറ്ററലിന്റെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അകത്തുള്ള ഒരു ഇന്റീരിയർ ആംഗിളും അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളൂ എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഒന്ന് നോക്ക്, ഈ ആംഗിൾ 2 ആണെങ്കിൽ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ഇത് എത്ര ആയിരിക്കും, ഇത് ആംഗിൾ 2 ആയിരിക്കും. അപ്പൊ അത് നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് സ്പീഡ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഇവിടെ തന്നെ ചെയ്യും. ഇത് രണ്ടാമത്തെ എഴുതിക്കോ. എന്നിട്ട്
രണ്ടാമത്തെ സൈക്കിൾ കോഡിലെടുത്തിരിക്കും. ഓക്കെ, ഇത് മൂന്നാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ ഇതൊരു സർക്കിള്, ഒരു സർക്കിളിന്റെ സെന്റർ ആയിട്ട് നമുക്ക് O എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പോൾ ഇതൊരു കോഡ് AB എന്ന് പറയുന്ന കോഡ്. അപ്പൊ AB എന്ന് പറയുന്ന കോഡ് നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് എയുടെയും ബിയുടെയും എൻഡ് പോയിന്റ്സ് നമ്മുടെ സർക്കിളിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്തേക്കുന്നു. അതേ കോഡ് നമ്മുടെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതേ കോഡ് അതായത് അതിന്റെ എൻഡ് പോയിന്റ്സ് സെയിം ആയിരിക്കും. അതേ കോഡ് ഉണ്ടാക്കുന്ന ആംഗിളാണ് എ, ഇത് സി ആണ്. അപ്പൊ AOB എന്ന് പറഞ്ഞാൽ ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതേപോലെ ACB എന്ന് പറഞ്ഞാൽ അതേ കോഡ് എവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ഈ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2θ ആയിരിക്കും. ഇതാണ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏത് ഒരു കോഡ് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് സെയിം കോഡ് എവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും എവിടെ ഉണ്ടാക്കുന്നത്, സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്, ഇത് പഠിച്ചോ. ഓക്കെ, നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മള് സർക്കിൾ വരച്ചു. സർക്കിളിന്റെ സെന്റർ O ആണ്. നമ്മുടെ AB എന്ന് പറഞ്ഞൊരു കോഡാണ്. AB എന്ന് പറയുന്നത് അവിടെ ഉള്ളൊരു കോഡാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. സെന്ററിൽ നിന്നും നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് എന്ത് വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് OD എന്ന് വെച്ചു. അപ്പോൾ ഇഫ് OD പെർപെൻഡിക്കുലർ ടു AB, OD എന്ന് പറഞ്ഞാൽ O എന്ന് പറഞ്ഞാൽ സെന്റർ ആയിട്ട്, അങ്ങനെ ആണെങ്കിൽ ദെൻ എന്ത് ചെയ്യും, ഈ AB എന്ന് പറയുന്ന ലൈനിനെ OD എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അതായത് പകുതിയായിട്ട് എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നോക്ക്, അന്നേരം എന്താവും, AD ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, BD എന്ന് പറയാം. ADയും BD ഈക്വൽ ആവും എപ്പോ, OD എന്ന് പറയുന്നത് അതായത് സെന്ററിൽ നിന്നും നമ്മൾ കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ആ കോഡിനെ ആ പെർപെൻഡിക്കുലർ ലൈൻ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്യും. അതാണ് അടുത്ത പ്രോപ്പർട്ടി. അപ്പൊ തിരിച്ച് നമുക്ക് പോസിബിൾ അല്ലേ, വൈസ് വേഴ്സ തിരിച്ച് നമുക്ക് പോസിബിൾ അല്ലേ. തിരിച്ച് പോസിബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞത്, ഇഫ് AD ഈക്വൽ ടു BD then OD is perpendicular to എന്താണ്, AB. തിരിച്ചും പറഞ്ഞൂടെ, AD എന്ന് പറയുന്നത് ഒരു ലൈൻ വരച്ചു, സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് അത് കോഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, പെർപെൻഡിക്കുലർ ടു ആ കോഡ് എന്ന് പറയാം. അപ്പൊ അതിങ്ങനെ അങ്ങോട്ട് ഉള്ള റിലേഷൻ ഉണ്ട്, തിരിച്ചുള്ള റിലേഷൻ ഉണ്ട്. അപ്പൊ ഇത് നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയാം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സർക്കിൾ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു സർക്കിള്, ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. സർക്കിളിന്റെ സെന്റർ നമുക്ക് O എന്ന് പറയാം. അപ്പൊ ഇനി നിങ്ങൾ ടാൻജന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട്, ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ടാൻജന്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ടാൻജന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇത് ടാൻജന്റ് ആണ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഒരു പോയിന്റിനെ ടച്ച് ചെയ്തു. അടുത്ത പ്രോപ്പർട്ടി എന്താണ്, ആംഗിൾ മെയ്ഡ് ബൈ റേഡിയസ് സെന്റർ എന്ന് പറയുന്നത് റേഡിയസ് ആൻഡ് ടാൻജന്റ് എത്രയാണ്, ഈസ് 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ 5 പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആറാമത്തെ പ്രോപ്പർട്ടി, 6th. ടാൻജന്റ് എന്താണെന്ന് പറഞ്ഞല്ലോ, സർക്കിളിന്റെ ഒരു പോയിന്റിനെ ടച്ച് ചെയ്തു. ഇനി നമുക്ക് ടാൻജന്റ് ഉണ്ട്, സീക്കന്റ് ഉണ്ട്. അപ്പൊ എന്താണെന്ന് പറയാം, ജസ്റ്റ് ആ ടേംസ് എന്ന് പറഞ്ഞില്ല. ഓക്കെ, സർക്കിളിനകത്ത് ഒരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നു ഈ ലൈനെയാണ് നമ്മൾ പറയുന്നത് ടാൻജന്റ്. അതേപോലെ സർക്കിളിന്റെ അകത്തൂടെ, അതായത് പുറത്തു നിന്നും അകത്തൂടെ വരയ്ക്കുന്നു, അകത്ത് ടച്ച് ചെയ്ത് അകത്തൂടെ വരയ്ക്കുന്ന ഈ ലൈനെ പറഞ്ഞവരാണ് ഇത് സീക്കന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾ ഉണ്ട്, ഒരു എക്സ്റ്റേണൽ പോയിന്റ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള പോയിന്റ് ആണ് P. അപ്പൊ ഈ Pയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, അതിനകത്തോട്ട് ടാൻജൻസ് വരയ്ക്കണം. Pയിൽ നിന്നും നമ്മുടെ സർക്കിളിലേക്ക് എന്ത് ചെയ്യണം, ടാൻജൻസ് വരയ്ക്കണം. അപ്പൊ ഇത് PA, ഇത് PB. അപ്പൊ PA PB എന്താണ്, നമ്മുടെ ടാൻജൻസ് ആണ്, ഇത് സെന്റർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും
ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ടാൻജൻസ്, അതായത് പി എയും പി ബി, പി എ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉള്ളത്, പി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത്, അതിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും നിങ്ങൾ ഇത് നോട്ട് ആയിട്ട് എഴുതണം. ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ആർ എന്താണ്? ഈക്വൽ. ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദി സർക്കിൾ, ടു എ സർക്കിൾ. ഒരു സർക്കിളിലേക്ക് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ടാൻജൻസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് പി എയുടെ ലെങ്ത് ഈക്വൽ ടു പി ബിയുടെ ലെങ്ത് എന്ന് പറയും. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗിൾ ഇൻ സെമി സർക്കിൾ. സെമി സർക്കിളിലെ ആംഗിൾ. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളിന്റെ പകുതിയാണ്. അപ്പോൾ ഫുൾ സർക്കിൾ ഉണ്ടെങ്കിൽ ഫുൾ സർക്കിൾ വേണ്ട, നമുക്ക് ഒരു സർക്കിളിന്റെ പകുതിയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിൽ ഇത് നമ്മുടെ സെന്റർ ആണ്, സെന്റർ O ആണ്. സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ ആയിരിക്കും ആ ആംഗിൾ ഉണ്ടാക്കുന്നത്, സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചല്ലോ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്താണ്? സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ? ഇത് എ ബി, ഇത് സി, ഇത് ഡി ആണെന്ന് വെച്ചോ. അപ്പൊ എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ തന്നെയാണ് സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ. എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ. അതുപോലെ എ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. അതായത് സെയിം ആർക്ക് അല്ലെങ്കിൽ സെയിം കോഡ്, എ ബി എന്ന് പറയുന്ന കോഡ് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എ സി ബിയും എ ഡി ബിയും എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഇൻ സെമി സർക്കിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഏഴാമത്തെ പ്രോപ്പർട്ടി. ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡ് എന്ത് ചെയ്യണം? കോഡ്സ് ഇന്റർസെക്ട് ചെയ്യണം. ഇന്റർസെക്ട് എന്ന് വെച്ചാൽ കൂട്ടിമുട്ടണം. അത് രണ്ട് മൂന്ന് കേസ് ഉണ്ട്. രണ്ട് മൂന്ന് കേസ് എന്ന് പറഞ്ഞാൽ അകത്ത് ഇന്റർസെക്ട് ചെയ്യാം, ഇൻസൈഡ് ഓഫ് സർക്കിൾ എന്ത് ചെയ്യാം? ഇന്റർസെക്ട് ചെയ്യാം. ഇൻസൈഡ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഒരു കോഡ്, ഇതൊരു കോഡ്, അകത്ത് എന്ത് ചെയ്യാം? ഇൻസൈഡ് സർക്കിളിന്റെ അകത്ത് എന്ത് ചെയ്യണം? ഇന്റർസെക്ട് ചെയ്യണം. ഇത് എ ബി, ഇത് സി ഡി ആണെന്ന് വെച്ചു. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? പി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ പി ഗുണം പി ബി ഈക്വൽ ടു പി ഡി ഗുണം എന്ത്? പി സി. അതായത് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് ഈക്വൽ ടു ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ ഇത് 6ഉം ഇത് 3ഉം ആണെങ്കിൽ ഇത് 9, 6 ഇത് 3, ഇത് 9 ആണെങ്കിൽ എത്ര വരും? ഇത് 6 3 18 ഉണ്ട്. എ പി ഗുണം പി ബി, 6 ഗുണം 3 18 ഉണ്ട്. പി ഡി ഗുണം പി സി, പി ഡി എന്ന് പറഞ്ഞാൽ 9 ഉണ്ടെങ്കിൽ ഇത് എത്ര വരത്തുള്ളൂ? 2 സെന്റിമീറ്റർ ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇതിന്റെ ഒന്നാമത്തെ ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കോഡ്സിന് പുറത്ത് പോയി ഇന്റർസെക്ട് ചെയ്യാലോ. ഇപ്പൊ കോഡ് പുറത്ത് ഇന്റർസെക്ട് ചെയ്യുന്നതിനാ ഇതൊരു സർക്കിളാണ്. ഒരു കോഡ് എ ബി എന്ന് പറയുന്ന കോഡ് ഇവിടെ വന്ന് വരുന്നു. ബി സി ഡി എന്ന് പറയുന്ന കോഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ പുറത്ത് വന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് എ ബി എന്ന് പറയുന്ന കോഡ്, ഇത് സി ഡി എന്ന് പറയുന്ന കോഡ്. ഇപ്പൊ രണ്ട് എവിടെയാണ് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്നത്? പി എന്ന് പറയുന്ന കോഡിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ എന്താണ്? പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ പി ബി ഗുണം ടോട്ടൽ. പിയിൽ നിന്നും പുറത്തുള്ളത്, അതിൽ നിന്നും ടോട്ടൽ, സർക്കിളിന് പുറത്തുള്ളത്, പിന്നെ ടോട്ടൽ ലെങ്ത് പി ബി ഇൻറ്റു പി എ ഈക്വൽ ടു പിനി. പിയിൽ നിന്നും പുറത്തുള്ളത്, അതായത് പി ഡി ഇൻറ്റു ടോട്ടൽ പി സി. അപ്പം എന്ത് പറയാം? ഇങ്ങനെ പുറത്ത് ഒരു സർക്കിളിന്റെ പുറത്ത് ഒരു പോയിന്റ്, എക്സ്റ്റേണൽ പോയിന്റ് പിയിലാണ് കോഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം? പി ബി എന്ന് പറഞ്ഞാൽ പുറത്ത്. ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ ടേംസുമായിട്ടുള്ളൊരു പ്രശ്നം, കൺഫ്യൂഷൻ വരത്തില്ല. പുറത്തുള്ളത് ഇൻറ്റു പി ബി ഇൻറ്റു പി എ ഈക്വൽ ടു പി ഡി ഇൻറ്റു പി സി. ഇത് അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, പി ഡി ഇൻറ്റു പി സി, പി ബി ഇൻറ്റു പി എ ഈക്വൽ ടു പി ഡി ഇൻറ്റു പി സി. ഇനി അടുത്ത നമ്മൾ 7 പഠിച്ചു. ഇനി അടുത്ത എട്ടാമത്തെ. ഓക്കെ, എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം രണ്ട് കോഡായിരുന്നു ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ സർക്കിളിനകത്ത് ഒരു ടാൻജന്റ്, ഒരു കോഡൂടെ ഇന്റർസെക്ട് ചെയ്യും. ഇപ്പൊ ടാൻജന്റ് കോഡൂടെ ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എ ബി എന്ന് പറയുന്നത് നമ്മുടെ കോഡാണ്. അപ്പൊ അത് പുറത്തോട്ട് പോയിട്ട് ഒരു പി എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നു. അപ്പൊ ആ പിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടാൻജന്റ് വരയ്ക്കണം. ഓക്കെ, പിയിൽ നിന്ന് ടാൻജന്റ്. അപ്പൊ ഇത് എവിടെയാണ്? പി ഡി. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു കോഡ് എ ബി എന്ന് പറയുന്ന കോഡ് സെന്റർ വരെ എവിടെ ആയിരിക്കും? എ ബി എന്ന് പറയുന്ന കോഡും അതുപോലെ എ ബി എന്ന് പറയുന്ന കോഡ് മുട്ടുന്ന പോയിന്റ് ആണ്, എക്സ്റ്റേണൽ പോയിന്റ് ആണ് പി. അപ്പൊ പിയിൽ നിന്ന് ഒരു എന്ത് ചെയ്യുന്നു? ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. അപ്പൊ അത് പി ഡി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തിയറം എന്ന് പറഞ്ഞാൽ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് പുറത്തുള്ളത്, സർക്കിളിന് പുറത്തുള്ളത് ഏത് ലെങ്താണ്? പി ബി. പി ബി ഗുണം ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബി ഗുണം പി എ ഈക്വൽ ടു ഇത് ഡി ആണ് എന്ത്? നമ്മുടെ ടാൻജന്റ്, നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ പി ഡി എന്ന് പറയുന്ന ലെങ്താണ് നമ്മുടെ ടാൻജന്റ് ലെങ്ത്. അപ്പൊ പി ബി ഗുണം പി എ എന്ന് പറഞ്ഞാൽ എന്താണ്?
പി ഡിയുടെ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേത് നേരത്തെ പോലെ തന്നെ പുറത്തുള്ളത് ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ടാൻജന്റ് എന്താണോ അതിന്റെ സ്ക്വയർ. ഇവിടെ രണ്ട് ലെങ്ത് ടൈം ഉണ്ട്, ഇവിടെ രണ്ട് ലെങ്ത് ടൈം ഉണ്ട്. ഇവിടെ എന്ത് വേണം, രണ്ട് ലെങ്ത് ടൈം വേണം. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്, പി ഡി ആണ്. അപ്പൊ പി ഡിയുടെ സ്ക്വയർ, ഇതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. അപ്പൊ 7 തന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയാം, അല്ലെങ്കിൽ 8ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്താണ്, നമ്മുടെ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് എന്താണ്. അപ്പൊ അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇനി ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്താണ് നോക്കാം. ഇതൊന്ന് ഓക്കെ ഓക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ പറ്റി നോക്കാം. അത് പ്രോപ്പർട്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും, അത് നോട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും പഠിക്കുക. അത് എളുപ്പമുള്ള പ്രോപ്പർട്ടീസ് ആണല്ലോ. ഫസ്റ്റ് തുടങ്ങുന്നവർ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കും. O is the center of the circle. ഇത് CGL December 1 ഫസ്റ്റ് ഡിസംബർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഓക്കെ, O is the center of the circle. Okay. Tangent drawn from point P touches the circle at Q. If PQ is 24 cm, OQ is 10 cm, then what is the value of OP? ഇപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്, നമ്മൾ എന്ത് ജോമെട്രിയുടെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുന്നതിലാണ് എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഫിഗർ കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടാനുള്ള 90% പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, O is the center of the circle. O എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റർ ആണ്, അവർ പറഞ്ഞേക്കുന്നത് ചെയ്യും. ടാൻജന്റ് ഡ്രോൺ ഫ്രം P touches the circle at Q. ഓക്കെ, ഇപ്പൊ ടാൻജന്റ് നമ്മുടെ പിയിൽ നിന്ന് വരച്ചുക. പിയിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കുന്നത്, ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റ് ഇത്. ഇപ്പൊ Q എന്ന് പറയുന്ന പോയിന്റിലേക്ക്, ഓക്കെ, ടച്ചസ് അറ്റ് ക്യൂവിൽ ടച്ച് ചെയ്യുന്നു. പി ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര വന്നേക്കുന്നത്, 24 സെന്റിമീറ്റർ. ഓക്കെ, ഇനി OQ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ, O ഇവിടെ ആണ്. ഓക്കെ, കുറച്ചൊന്ന് മാറ്റി വെക്കാം. OQ എന്ന് പറഞ്ഞ ലെങ്ത് നമുക്ക് തന്നിട്ടുള്ളത് എത്ര, 10 സെന്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് OP? OP എന്ന് പറഞ്ഞാൽ ഏതാണ്, ഓയും പിയും തമ്മിൽ. അപ്പൊ നമുക്ക് ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടി ഏത് പ്രോപ്പർട്ടി അവിടെ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ഓയിൽ നിന്നും ക്യൂലോട്ട് വരയ്ക്കുന്നത് ഈ ലെങ്ത് ആണ്, നമ്മുടെ റേഡിയസ് ആണ്. ഈ പിയിൽ നിന്നും ക്യൂലോട്ട് വരയ്ക്കുന്നത്, PQ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻജന്റ്. നമ്മൾ എന്താ പഠിച്ചത്, റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ലേ. നമുക്ക് PQO എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് 90 ഡിഗ്രി ഓപ്പോസിറ്റ്. ഇപ്പൊ ഹൈപ്പോട്ടനസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, OP അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഇത് 90, ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടനസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അപ്പൊ ഇതിന് H സ്ക്വയർ എന്ന് പറഞ്ഞാൽ P സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇതിനെ നമ്മൾ പറയുന്നത് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രിപ്ലറ്റ് ഏതാണ്, 3, 4, 5 ആണ്. അതായത് 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 9, 16, 25. 25 എന്ന് പറഞ്ഞാൽ എന്തിനാണ്, 5ന്റെ സ്ക്വയർ. അപ്പൊ 3, 4, 5 ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ, അപ്പൊ ഇതിന്റെ ഇരട്ടി, അതായത് 6, 8, 10 ഇത് എന്തായിരിക്കും, ട്രിപ്ലറ്റ് ആയിരിക്കും. ട്രിപ്ലറ്റിന്റെ ഏതൊക്കെയാണ് ട്രിപ്ലറ്റ്, ഇമ്പോർട്ടന്റ് ട്രിപ്ലറ്റ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും, ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എന്താ ചെയ്യേണ്ടത്, 24ന്റെ സ്ക്വയർ പ്ലസ് 10ന്റെ സ്ക്വയർ. ഇപ്പൊ റൂട്ട് ഓഫ് 24ന്റെ സ്ക്വയർ എത്ര, 576 പ്ലസ് 10ന്റെ സ്ക്വയർ 100. റൂട്ട് ഓഫ് 676 എന്ന് പറഞ്ഞാൽ 26. അതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷെ ഇത് കിട്ടുന്ന ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വഴിയുണ്ട്. അതായത് 10ലും 24ലും അപ്പൊ എവിടേക്കാണ് നമുക്ക് രണ്ട് സൈഡ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ രണ്ട് സൈഡ് തന്നിട്ടുള്ളത്, അതിനകത്ത് കോമൺ ആയിട്ടുള്ളത് മാറ്റി വെക്കുക. അതായത് ഇതിനെ നമുക്ക് എന്ത് പറയും, രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, 10ലും 24ലും കോമൺ ആയിട്ട് എന്തുണ്ട്, 2 ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഗുണം 5 എന്ന് പറയുന്നത് ഇതിനെ 2 ഗുണം 12 എന്ന് പറയും. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത്, OP എന്ന് പറയുന്ന ആൻസറിനകത്ത് എന്ത് കാണും, 2 എന്ന് പറയുന്നത് എന്തായാലും അവിടെ കാണും. ഇതിൽ 2 ഉണ്ട്, ബേസിൽ 2 ഉണ്ട്, പെർപെൻഡിക്കുലർ 2 ഉണ്ട്. അപ്പൊ എന്ത് കാണും, ഹൈപ്പോട്ടനസിൽ 2 കാണും. ഇനി ബാക്കിയുള്ളതിനകത്ത് ഇവിടെ എത്ര ഉള്ളത്, 5 ഉള്ളത്, ഇവിടെ എത്ര ഉള്ളത്, 12 ഉള്ളത്. ഇതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ 5/0 അപ്ലൈ ചെയ്യണം. അപ്പം 5, 12, 13 എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രിപ്ലറ്റ് ആണ്. നോക്ക്, 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 147, 25, 147, 169 എന്ന് പറഞ്ഞാൽ എന്താണ്, 13ന്റെ സ്ക്വയർ ആണ്. അപ്പം ഇതേപോലെ 3, 4, 5 പോലെ ഒരു ട്രിപ്ലറ്റ് ആണ് 5, 12, 13. ഇവിടെ എന്ത് വന്നു, 5 വന്നു, ഇവിടെ 12 വന്നു. ഇനി ഇൻറ്റു റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ. അപ്പൊ നമുക്കറിയാലോ 5, 12, 13 നിങ്ങൾ എന്ത് ചെയ്യണം, കാണാൻ പഠിക്കേണ്ട ട്രിപ്ലറ്റ് ആണ്. അപ്പൊ 5, 12 വന്നു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് എത്ര വരത്തുള്ളൂ, 13 വരത്തുള്ളൂ. നമുക്ക് ആൻസർ എന്ത് പറയാം, 2 ഗുണം 13 എത്ര എന്ന് പറയാം, 26 എന്ന് പറയും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, 10 ഉണ്ട്, 24 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ 5 ആയി, 12 ആയി. അപ്പൊ എന്താ വരേണ്ടത്, അടുത്തത് 13 വരേണ്ടത്. അപ്പം ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒറിജിനലിൽ നിന്ന് 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് കിട്ടിയത്. അപ്പൊ ഒറിജിനലായിട്ട് പോകാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 2 ചെയ്യണം. അത്ര 26. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും, 26 സെന്റിമീറ്റർ. ഇങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അടുത്ത ദിവസം നോക്കി,
അപ്പോൾ ഇത് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്ന് പറയുമ്പോൾ രണ്ട് സർക്കിൾ നമ്മൾ എന്ത് ചെയ്യണം? ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി അറ്റ് പി. ഓക്കെ, എക്സ്റ്റേണലി ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടച്ച് ചെയ്യണം. ഇതാണ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ടു സർക്കിൾസ് ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി അറ്റ് പി. ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ടച്ച് ചെയ്യുന്നത്. എ ബി ഇസ് ദ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ടു സർക്കിൾ. ഇപ്പൊ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് കോമൺ ടാൻജന്റും ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്താണ് അതിന്റെ ഇക്വേഷൻ ഒക്കെ. അപ്പോൾ ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്താണ് എ ബി എന്ന് പറയുന്നത്? എയിലും ബിയിലും ഇതിനാണ് നമ്മൾ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്ന് പറയുന്നത്. എ ബി ആണ് നമ്മുടെ ഡയറക്റ്റ് കോമൺ ടാൻജന്റ്. എ ബി ഇസ് ഡയറക്റ്റ് കോമൺ ടാൻജന്റ്. എ ബി ഇസ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പി എ ബി 40. പി എ ബി ഓക്കെ, ആംഗിൾ പി എ ബി. ഈ പി എ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? പി എ ബി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. ദ മെഷർ ഓഫ് എ ബി പി, നമുക്ക് എന്താ വേണ്ടത്? മെഷർ ഓഫ് എ ബി പി. അതായത് ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. നമുക്ക് എ ബി പി ആണ് വേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ്? നമ്മൾ തിയറം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു തിയറം പറഞ്ഞുതരാം. ഇങ്ങനെ രണ്ട് സർക്കിൾ എക്സ്റ്റേണലി പിയിൽ ടച്ച് ചെയ്താൽ എ ബി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എ പി ബി, ആംഗിൾ എ പി ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എ പി ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് നമുക്ക് പറയാം. 90 ഡിഗ്രി പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എ ബി പി 90 ഡിഗ്രി. അപ്പം ഇത് എ ബി പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. എ ബി പി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനകത്ത് ഒരു ആംഗിൾ 90 കിട്ടി, ഒരു ആംഗിൾ 40 കിട്ടി. ഇപ്പൊ എത്രയായി? 130 ആയി. ഇപ്പൊ ടോട്ടൽ ഒരു ട്രയാങ്കിളിന്റെ സമ്മം എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ സമ്മം 180 ആണ്. അപ്പൊ എ ബി പി എന്ന് പറഞ്ഞാൽ എത്ര വരും? ബാക്കി 130 ഉണ്ട്, ബാക്കി 50 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. ഇനി എങ്ങനെ ഇത് വരുന്നതെന്ന് പറയാം. വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 90 ഡിഗ്രി എങ്ങനെ വരുന്നത് പറയാം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരയ്ക്കാം. ഓക്കെ, സർക്കിള് ഇത് ടച്ച് ചെയ്തു. ഇത് രണ്ട് ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണ്. ഓക്കെ, ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത് ഇങ്ങനെ നമുക്ക് ഓക്കെ എ പി ബി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, ഇവിടെ ഒരു പോയിന്റ് സി എന്ന് പറഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് പി ആയിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ എ സിയും എ പിയും എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ടാൻജൻസ് ആണ്. സി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ് ആണ്. അപ്പൊ എ സിയും എ പി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയി കഴിഞ്ഞാൽ എ സി പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐസോസെൽസ് ആയിരിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ഡെറിവേഷൻ വന്ന് ഇത് പഠിച്ചാൽ മതി. നിങ്ങൾ ഇത് പഠിച്ചിട്ട് എക്സാമിന് ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഇങ്ങനെ ചെയ്താൽ മതി. ഡെറിവേഷൻ എങ്ങനെ വന്നെന്ന് അറിയുന്നവർക്ക് വേണ്ടി ഒരു ഹിന്റ് തരുവാണ്. ഓക്കെ, അപ്പൊ ഇത് തീറ്റയാണ്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്. എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ്. അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ എന്താ? ഇതും തീറ്റ ആയിരിക്കും. അതായത് ഇത് 40 ആണെങ്കിൽ ഇതും 40 ഒന്നും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതും ഈക്വൽ ആയിരിക്കും അല്ലെ? സി എന്ന് പറയുന്ന പോയിന്റിൽ വരയ്ക്കുന്ന ഒരു ടാൻജന്റ്, സി എന്ന് പറയുന്ന പോയിന്റിൽ വരയ്ക്കുന്ന അതേ ടാൻജന്റ്. അപ്പൊ ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ സം, അതായത് തീറ്റ. ഇത് 40 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. അതായത് 80 അധികം എക്സ് അധികം എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ഇപ്പൊ 2x എന്ന് പറഞ്ഞാൽ 100 കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 50 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടെ 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റേഡിയസ് ഓഫ് സർക്കിൾ 10 സെന്റിമീറ്റർ. ആംഗിൾ മെയ്ഡ് ബൈ കോഡ് എ ബി അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ 60 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് കോഡ്? ഓക്കെ, മനസ്സിലായല്ലോ. റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് കോഡ്? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച പ്രോപ്പർട്ടി വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ക്ലാസ് കണ്ടിട്ട് ഇത് മനസ്സിലായവർ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. എങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുമ്പോൾ നമുക്കൊരു അത് എല്ലാം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നത് അറിയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ എല്ലാവരും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. CGL 2023 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. സർക്കിളിന്റെ പാർട്ട് 1 ആണ് ചെയ്തത്. നമുക്ക് സർക്കിളിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും ബാക്കി പ്രോപ്പർട്ടീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇത് ഈ സീരീസ് തുടരണമെന്നുള്ള കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ നോട്ട് ഈ എഴുതിയ കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാ എക്സാമിനെ പറ്റിയും അതിന് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.